ശ്രീലാൽ ഇപ്പൊ ഒരു ഡാറ്റ അവതരിപ്പിച്ചു എന്നതുവരെയായി. അവൻ സുഹൃത്തുക്കളിലൂടെ പരിചയക്കാരിൽ നിന്നൊരു ഡാറ്റ കൊണ്ടുവന്നു എന്നതുവരെയായി. അങ്ങനെ സുഹൃത്തുക്കളിലൂടെ പരിചയക്കാരിലേക്കും ഡാറ്റ കൊണ്ടുവരുമ്പോൾ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും കൺവീനർമാരാക്കാനുള്ള ശ്രമം അടക്കം നടക്കുന്നു. ആ സീറ്റുകളിൽ ആധിപത്യം എന്തുകൊണ്ടാണ്? അവസാനം ഹൈക്കമാൻഡ് തലയിടുന്ന സമയത്ത് കൈവക്കാൻ കൂടെ വേണ്ടത് സ്വയം നിശ്ചയിക്കുന്ന ആളുകളാണെന്ന ആത്മവിശ്വാസത്തിൽ ഒരു പണി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ സ്വാഭാവികമായും ഇപ്പുറത്തു നിന്നൊരു ചോദ്യം വരുന്നത്, എവിടെ നിന്ന് ഈ ഡാറ്റ എന്നുള്ളത്. അത് തന്നെയാണ് മാധു ഈ പറഞ്ഞത്. ഞാനിപ്പോൾ ശ്രീമാർ സാർ പറയുമ്പോൾ ഞാൻ ചിരിച്ചുപോയി അറിയാതെ. കാരണം ആദ്യം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് ശ്രീമാർ സാർ പിന്നീട് ഒരു ഡാറ്റ അവതരിപ്പിച്ചു. ഡാറ്റയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഡാറ്റയ്ക്ക് കൂടുതൽ ഒരുപക്ഷെ ഡാറ്റയ്ക്ക് കൂടുതൽ ഒതൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സർവേ ആയി അവതരിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ സർവേ നടത്തണമെങ്കിൽ അതിന് AICCയുടെ പെർമിഷൻ വേണം എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ പ്രശ്നം തുടങ്ങുന്നത് VD സതീശൻ എന്ന നേതാവിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഈ പ്രശ്നം. VD സതീശൻ തന്നെ നേതാവായി നിൽക്കുമോ എന്നുള്ള ഉറപ്പ് ഇവർക്ക് ഇപ്പോഴും ഈ നേതാക്കൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി വരും എന്ന് VD സതീശൻ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി VD സതീശൻ വന്നു. ഇനിയും ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പറയാം, VD സതീശനാണ് അടുത്ത കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തലകീഴാൻ പറയും. ഇന്ന് അദ്ദേഹത്തെ എതിർത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലക്കനമാണ്, അദ്ദേഹം ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന നേതാക്കളെല്ലാം അടപടലം മറിഞ്ഞ് VD സതീശനൊപ്പം നിൽക്കും. ഈ പ്രഖ്യാപനം വരാത്തത് കൊണ്ടും ഇപ്പോഴും സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തള്ളി പറയല്ല, കോൺഗ്രസിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള ഒരുപാട് അത്ര പരിണതപ്രജ്ഞരായ ഒരുപാട് നേതാക്കൾ നിരവധി ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ VD സതീശനൊപ്പം ആത്മാർത്ഥം നിൽക്കുന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും എന്നുള്ള തോന്നൽ ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ മാധു ചൂണ്ടിക്കാണിച്ച പോലെ VD സതീശൻ ആളെ കൂട്ടുന്ന ഒപ്പം അങ്ങനെ ഒരു തോന്നൽ മറുഭാഗത്ത്. ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം പണ്ടത്തെ പോലെ കോൺഗ്രസിൽ ഇപ്പോൾ ശക്തരായ ഗ്രൂപ്പുകളൊന്നുമില്ല. ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇതിങ്ങനെയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന രീതിയുണ്ട്. കോൺഗ്രസിന്റെ ഈ രീതികളും കാര്യങ്ങളും ഒക്കെ എവിടം വരെയാണ്? തുടർ ഭരണം എന്ന് പറയുന്ന സാധനം ഇല്ലാതിരുന്ന സമയം വരെയല്ലേ, 77 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ആ രാഷ്ട്രീയ ചരിത്രത്തിലല്ലേ ഇത് മാറിയില്ലേ? അത് മാറിയതിനനുസരിച്ച് ഒരാളെ ഉയർത്തി കാണിച്ച് അയാൾക്ക് പിന്നെ ഒരു സംഘടനാശേഷി ഉണ്ടാക്കി അങ്ങനെ പോകണ്ടേ? അങ്ങനെ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കഥയെല്ലാം മാറും. ഇപ്പോൾ ഒരു നേതാവിനെ, അത് ആരെയാലും, കോൺഗ്രസ് ഒരു കാലത്തും KPCC പ്രസിഡന്റിന് ഇവിടെ ഒരു സമവായം ഉണ്ടാക്കി പ്രഖ്യാപിച്ച കാലം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സമവായം അന്ന് പക്ഷേ കെ കരുണാകരനായാലും AK ആന്റണി ആയാലും പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ഈ പ്രതിപക്ഷ നേതാവാകുമ്പോഴെല്ലാം അവർ തന്നെയായിരുന്നു അന്ന് പാർട്ടിയുടെ അങ്ങനെയായിരുന്നു. പക്ഷെ അല്ലാതെ ഒരു കാലത്തും KPCC പ്രസിഡന്റിനെ ആകപ്പാടെ KPCC പ്രസിഡന്റായി എല്ലാവരും അംഗീകരിച്ച് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ KPCC പ്രസിഡന്റായി വെച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന KPCC പ്രസിഡന്റുമാരെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും പിന്നീട് ഇവിടെ അവരെ സ്വീകാര്യരാകുകയും ചെയ്തതാണ്. രമേശ് ചെന്നിത്തല അന്ന് എല്ലാവരും ചേർന്ന് സ്വീകരിക്കപ്പെടാൻ കാരണം അന്ന് പാർട്ടിയിലെ സാഹചര്യം അതായിരുന്നു. കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ ഉണ്ടായല്ലോ വലിയ പ്രതിസന്ധി സമയത്ത് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് KPCC പ്രസിഡന്റായി കൊണ്ടുവരുന്നു. അപ്പോൾ അന്നത്തെ പ്രതിസന്ധി കാരണം എല്ലാവരും അംഗീകരിച്ചു. അതിനുശേഷം VM സുധീരൻ വന്നപ്പോഴും മുറുമുറുപ്പുണ്ടായി. പക്ഷേ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നു, തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അതിനുശേഷം മുല്ലപ്പള്ളി വന്നപ്പോഴും മുറുമുറുപ്പുണ്ടായി. എന്തിനെ ഈ പറയുന്ന K സുധാകരൻ വരുമ്പോൾ പോലും ചില മുറുമുറുപ്പുകൾ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടായെങ്കിലും അപ്പോഴും ഈ പാർട്ടിയുടെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ സുധീരൻ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഇവിടെ അംഗീകരിക്കപ്പെടുന്നു. അതാണ് പണ്ടുമുള്ള സ്ഥിതി. ഇപ്പോൾ VD സതീശൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. VD സതീശന് പ്രതിപക്ഷ നേതാവ് ആര് വേണമെന്ന് തീരുമാനിക്കണം വന്നപ്പോൾ ഇവിടെ നിന്നും പല നേതാക്കളും പറഞ്ഞ പേരുകൾ VD സതീശൻ്റെ പേരൊന്നും അല്ലായിരുന്നു. മറ്റു ചില പേരുകളാണ് ആദ്യം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചത്. A ഗ്രൂപ്പ് ഇന്നത്തെ രീതിയിൽ ഇന്ന് കാണുന്ന പോലെ പിരിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ ഒന്ന് തന്നെ അന്ന് ഒരു നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുകയും അത് A ഗ്രൂപ്പിലെ പ്രബലനായ മറ്റൊരു നേതാവിന് ഇഷ്ടപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ആകാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ഒരു ഇന്ന നേതാവാണ് നമ്മുടെ നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചാൽ ഇതെല്ലാം മാറും. മുൻപ് കോൺഗ്രസിൽ ഈ ഗ്രൂപ്പിൽ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു. ഗ്രൂപ്പിൻ്റെ പരമാവധി നേതാക്കൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നേതാക്കളടക്കമാണ് ഈ കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ പറയുന്ന VD സതീശനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും നാളെ VD സതീശൻ ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മറക്കും, അംഗീകരിക്കും. അത് കോൺഗ്രസിൻ്റെ രീതിയാണ്. അതോടൊപ്പം തന്നെ ഈ അടിച്ചു പിരിയത്തൊന്നുമില്ല. ഇതൊരു ഗ്യാപ്പാണ്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ ഇതൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലേക്ക് പോകും. അത് കഴിഞ്ഞാകും മുഖ്യമന്ത്രിയാൽ. ഇത് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും. ശരി.